ഞാനില്ലേ ടൈം ടേബിൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇന്ന് എന്ത് വേണം എന്നുള്ളത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് തലേന്ന് തന്നെ പ്ലാൻ ചെയ്ത് അതിനൊരു ടു ഡു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ടൈം ബ്ലോക്കിംഗ് ഒക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അതിപ്പോ ഈയിടെ ഉണ്ടായതൊന്നുമല്ല, വളരെ കുഞ്ഞിലെ തൊട്ടേ ഈ പരിപാടി തന്നെയാണ് എനിക്ക്. അപ്പൊ നമ്മൾ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ളൊരു ഇതിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനകത്ത് അതിലെന്തെങ്കിലും ഒരു തെറ്റ് പറ്റുന്ന രീതിയിൽ ഒരു പ്ലാൻ ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ അന്നത്തെ റൂട്ടീൻ മൊത്തം തെറ്റിപ്പോകാനുള്ള എന്തെങ്കിലും ഒരു കാരണം വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് സ്ട്രെസ്ഡ് ആവും. എന്റെ കേസാ പറയുന്നത്, പെട്ടെന്ന് സ്ട്രെസ്ഡ് ആവും, പെട്ടെന്ന് ഷൗട്ട് ചെയ്യും, ദേഷ്യപ്പെടും. പക്ഷെ ശരിക്കും പറഞ്ഞ കാര്യമൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ അടുത്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പതിയെ പെയിൻ വരികയാണ്. ഈ ഷോൾഡറിന്റെ അവിടെ നിന്ന് മുതുകിലോട്ടും മൊത്തത്തിൽ ഒരു പെയിൻ ഇങ്ങനെ മരവിപ്പ് പോലെ അങ്ങ് വരും. വന്നു കഴിഞ്ഞ് ഒരു 10 മിനിറ്റിനകത്ത് നമ്മൾ കിടപ്പാവും. പിന്നെ ഒരു സൈഡിലെ ഷാർപ്പ് പെയിൻ ആയിരിക്കും, തലവേദനയാവും, പെട്ടെന്ന് നമ്മൾ കിടപ്പാവും. കിടന്നു കഴിഞ്ഞാൽ പിന്നെ വേദന കൊണ്ട് പൊളയുക മാത്രമേ അതിനകത്ത് അവസാനം ഒരു ഇതുള്ളൂ. അപ്പൊ അത് ഒരു കാര്യം. പിന്നെ എനിക്ക് പെയിൻ ട്രിഗർ ചെയ്യുന്ന കുറെ അധികം കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വളരെ പാക്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് പോവാണ്. ഇപ്പൊ ഞാൻ പള്ളിയിലൊക്കെ പോയിട്ട് കുറെ നാളായി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പള്ളിയിൽ നമ്മൾ പോകുമ്പോൾ ബെഞ്ചിൽ അടുപ്പിച്ചടുപ്പിച്ചാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാർ കാണും. ഇവൻ ഇപ്പൊ തറയിൽ ഇരിക്കുവാണെങ്കിൽ പോലും നമ്മൾ കുറെ നേരം എണീറ്റ് നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ അടുങ്ങി തന്നെ ആൾക്കാർ കാണും. ഈ ആൾക്കാർ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഇത് കയറി സ്റ്റിഫാവും. ഒരു 10 മിനിറ്റ് നിന്നാൽ മതി. ഞായറാഴ്ചകളിൽ 10 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മൊത്തം കിടക്കാനുള്ള ഒരു വക ഉണ്ടായിക്കൊണ്ടായിരിക്കും ഞാൻ മിക്കവാറും പള്ളി പോയി കഴിഞ്ഞാൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ കുറെ വർഷങ്ങളായി പള്ളിയിൽ അങ്ങനെ പോകാറില്ല. ഒരു വിശേഷാവസരങ്ങളിൽ മാത്രമേ ഞാൻ പോകാറുള്ളൂ. അല്ലാതെ അതും മുറ്റത്തെ പോയി നിൽക്കാറുള്ളൂ. പള്ളിക്കകത്ത് കയറുന്ന പരിപാടിയില്ല. പള്ളിക്കകത്ത് കയറി കഴിഞ്ഞാൽ ഇതാണ്, ഞാൻ ആലോചിക്കും ദൈവത്തെ കാണാൻ പോയിട്ട് ഇത്രയധികം വേദന സഹിച്ച് നമ്മൾ തിരിച്ചു വരേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അത് ഒരു സിറ്റുവേഷൻ. പിന്നെ ഉള്ളത് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ പണിയാ. ഷോൾഡർ ബാഗ് ഇട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എനിക്ക്. നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മുടെ ഈ ഭാഗം കയറി പിടിക്കും, അല്ലെ ഈ ഭാഗം കയറി പിടിക്കുക എന്ന് പറഞ്ഞാൽ മസിൽ സ്റ്റിഫ് ആവുക. പിന്നെ വരുന്നത് ഷോൾ ഇടുന്ന ഡ്രസ്സുകൾ ഞാനിപ്പോൾ ഒഴിവാക്കാറാണ് പതിവ്. സാരി ഉടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സാരി ഉടുത്തു കഴിഞ്ഞാൽ അന്ന് വൈകിട്ട് ഞാൻ കിടപ്പാകും എന്നുള്ളതാണ്. അപ്പൊ മാക്സിമം ഇങ്ങനെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള രീതിയിൽ സാരി ഉടുക്കാനാണ് ശ്രമിക്കുന്നത്. പിൻ ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു പ്രയാസമാണ്. ഇവിടെ ഇങ്ങനെ സ്റ്റിഫായി പയ്യെ വേദന ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. എങ്കിലും നമുക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് സാരി നമ്മൾ ഉടുക്കും. പിന്നെന്താ, നമ്മളിങ്ങനെ ചരിഞ്ഞ് ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ ഇരിക്കുകയെന്ന് വെച്ചാൽ, അപ്പൊ നമ്മളൊരു വശം ചരിഞ്ഞിരിക്കുവാണ്, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് കഴുത്തുവേദന വരും, ഷോൾഡർ പെയിൻ ഉണ്ടാവും. അത് പെട്ടെന്നാണ് നമ്മൾ മസിൽ കയറി സ്റ്റിഫ് ആവുന്നത്. പിന്നെ യാത്രകൾ ചെയ്യുമ്പോഴാണെങ്കിലും ഇച്ചിരി കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ, അത് പോസ്റ്ററിന്റെ വ്യത്യാസമുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് പെയിൻ ട്രിഗർ ആവാനുള്ള, അല്ലെങ്കിൽ പെട്ടെന്ന് വയ്യാണ്ടാവാനുള്ള. അതുമല്ലേ നമ്മൾ ഇച്ചിരി വിഷമിച്ചിരുന്നിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഇച്ചിരി സ്ട്രെസ്ഡ് ആയിട്ടിരുന്നിട്ടാണ് യാത്ര ചെയ്യുന്നതെന്ന് വെച്ചോ, യാത്ര തുടങ്ങി ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ഡൗൺ ആവും, പെട്ടെന്ന് വയ്യാണ്ടാവും. ബോഡി ഓൾറെഡി വീക്കാണ്, പിന്നെ പറയുകയും വേണ്ട. അപ്പൊ അതൊന്ന്. പിന്നെ മഴയത്ത് ഇപ്പൊ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്, ചുമ്മാ നടക്കാൻ ഇറങ്ങിയാൽ പോലും, വെറുതെ കുടയും പിടിച്ച് നടക്കാൻ ഇറങ്ങിയാൽ പോലും ഇവിടുന്ന് പെയിൻ വന്ന് കിടപ്പായി പോകും. അപ്പൊ മഴയൊക്കെ ഉള്ള ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിന്റെ ഒരു സമയമാണ്. പുറത്തോട്ട് ഇപ്പൊ പിള്ളേരെ വിളിക്കാൻ ഇപ്പൊ റെയിൻകോട്ടൊക്കെ ഇട്ട് പോവാന്ന് വെച്ചോ, റെയിൻകോട്ട് ഇടുവാണെങ്കിൽ തന്നെ ആ റെയിൻകോട്ടിന്റെ ഭാരം താങ്ങാൻ വയ്യാണ്ട് തന്നെ എനിക്ക് പെയിൻ കയറും. അതുകൊണ്ട് ഞാൻ പിള്ളേരെ വിളിക്കാൻ പോകുമ്പോൾ മാക്സിമം ഞാൻ നനഞ്ഞാ പോവാറ്. അതാണ് എൻ്റെ ഒരു രീതി. അപ്പോ പിന്നെന്താ, പിന്നെ നല്ലോണം വെയിൽ കൊണ്ടു കഴിഞ്ഞാല്, കറക്റ്റ് സമയത്ത് ഫുഡ് കഴിച്ചില്ലെങ്കിൽ, മൈഗ്രെയിനിന്റെ കുറെ അധികം ഇതും ഫൈബ്രോമയാൽജിയുടെ പെയിനുമായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഓൾറെഡി മൈഗ്രെയിൻ ഉള്ളതാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഞാനും എൻ്റെ ഫൈബ്രോ പെയിനും തമ്മിലുള്ളൊരു ഇരിപ്പുവശം. ഹായ്, ഞാൻ ദീപ. അപ്പൊ ഇന്ന് ഞാൻ ഫൈബ്രോമയാൽജിനെ പറ്റി കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതുന്നു. കാരണം ഈ കഴിഞ്ഞ മെയ് 12 ഫൈബ്രോമയാൽജി അവയർനെസ് ഡേ ആയിരുന്നു. അപ്പൊ അതിന് എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഡോക്യുമെന്ററി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴും, പിന്നെ ഇതുപോലത്തെ അവയർനെസ് വീഡിയോസ് ഇപ്രാവശ്യം കുറച്ച് അധികം ഉണ്ടായിരുന്നു. ഡോക്ടേഴ്സിന്റെ ആണെങ്കിലും ഒക്കെ സൈഡിൽ നിന്ന് ഫൈബ്രോമയാൽജി അവയർനെസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒത്തിരി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എന്റെ പരിചയത്തിലുള്ള, അല്ലെങ്കിൽ ഞാൻ കാരണം ഈ പേര് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ കുറെ അധികം പേര് എന്നെ വിളിച്ചിട്ട് എങ്ങനെയാണിത്, അവർക്കും ഇങ്ങനത്തെ പെയിൻ ഉണ്ട്, ഇത് തന്നെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ അധികം പേര് വിളിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഓൾറെഡി ഫൈബ്രോമയാൽജിയുമായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാർ ഇത് എങ്ങനെയാണ്, എന്റെ തന്നെ വീഡിയോസ് അവർക്ക് സജഷൻ വന്നിട്ട് അവർ വിളിച്ച് എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി മെസ്സേജസ് ഒക്കെ കണ്ടതിന്റെ പേരിലാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതുന്നത്. ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷം മുന്നേ ഞാനൊരു വീഡിയോ ആദ്യമായിട്ട് ഈ ചാനലിൽ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഒത്തിരി ഫൈബ്രോമയാൽജിയ ഉള്ള ആൾക്കാർ വന്നിട്ട് അവര് സപ്പോർട്ടിനൊക്കെ ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഓൾറെഡി ഒരു ഒരു ഫേസ്ബുക്ക് പേജും അതുപോലെ ഒരു ടെലിഗ്രാം പേജും ഉണ്ട്. വാട്സപ്പിൽ ഞാൻ ഒരു ഗ്രൂപ്പും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, കാരണം എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് രണ്ടിലും ഞാൻ ആക്റ്റീവ് ഒന്നും അല്ല. ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, ഫൈബ്രോമയാൽജിയ കേരള എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഫേസ്ബുക്ക്
ഗ്രൂപ്പും ഉണ്ട്. അതും ഫൈബ്രോമയാൽജിയ കേരള എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. അപ്പൊ രണ്ടിലും ഞാൻ ആക്റ്റീവ് ഒന്നുമല്ല. ആൾക്കാരെയൊക്കെ വലിച്ചു കൂട്ടി, അതായത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ഒരു സമാധാനവും, എനിക്ക് മാത്രമല്ല അപ്പുറത്തെ വീട്ടിലും കറണ്ട് ഇല്ല എന്നൊരു സമാധാന സന്തോഷമല്ലേ, അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് 2 ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിലും ഇതുപോലത്തെ ഒത്തിരി ഡിസ്കഷൻസ് മെയ് 12 ആയിട്ട് അടുപ്പിച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ പേരടുത്തൊക്കെ സംസാരിച്ചപ്പോഴാണ് ഇതിപ്പോ ഞാൻ എത്ര വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും പിന്നെയും എൻ്റെ അടുത്ത് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു നോർമൽ ലൈഫ് ഈ ഫൈബ്രോമയാൽജിയം വെച്ചിട്ട് മുന്നോട്ട് പോകുന്നത്? ദീപനെ കണ്ട ഭയങ്കര സന്തോഷവതിയാണല്ലോ, എപ്പോഴും നല്ല ഹാപ്പിയാണ്, വീഡിയോയിലൊക്കെ എന്ത് ചിരിച്ചായിരിക്കുന്നത്, ഇങ്ങനെയാണ് ചോദ്യം. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരു അരമണിക്കൂർ അല്ല എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. എൻ്റെ ലൈഫ് പിന്നെ അവിടെ നീണ്ടു നിറന്ന് കിടക്കുകയാണ്. അന്നേരം ഞാൻ അനുഭവിക്കുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ അറിയുന്നില്ല. അപ്പൊ നമുക്ക് ആദ്യമേ തുടങ്ങാം. എന്താണ് ഫൈബ്രോമയാൽജിയ? അറിയാത്ത ആൾക്കാർക്കും കൂടെ മനസ്സിലാവണല്ലോ. ഫൈബ്രോമയാൽജിയ എന്ന് പറഞ്ഞ ഒരു നെർവ് ഡിസോർഡർ ആണ്. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇതുവരെ മോഡേൺ മെഡിസിൻ കണ്ടുപിടിച്ചിട്ടില്ല. വേറെ ഭാഗങ്ങളെ പറ്റി ഞാൻ പ്രതിപാദിക്കുന്നില്ല. മോഡേൺ മെഡിസിനിൽ ഇതുവരെ അത് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് ക്യൂർ ഒന്നുമില്ല. പക്ഷെ ട്രീറ്റ്മെന്റ് ഉണ്ട്. എന്താണ്? പെയിൻ മാനേജ്മെന്റ് ആണ് അതിന്റെ ട്രീറ്റ്മെന്റ്. പെയിൻ മാനേജ്മെന്റിന് കൂടുതൽ അവർ തരുന്നത് ആന്റി ഡിപ്രസൻസോ അതുപോലുള്ള പെയിൻ കില്ലേഴ്സോ ഒക്കെ വെച്ചിട്ടാണ് ഒരു പെയിൻ മാനേജ് ചെയ്യുന്നത്. ചിലർ സ്റ്റിറോയിഡ്സ് ഒക്കെ തന്നിട്ട് പെയിൻ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പൊ ഇതാണ് ഫൈബ്രോമയാൽജിയ എന്ന് പറയുന്നത്. വൈഡ് സ്പ്രെഡ് പെയിൻ ആണ് നമുക്ക് ഉണ്ടാവുന്നത്. മസിൽ സ്റ്റിഫ്നെസ് ആണ് ഇതിന്റെ മെയിൻ സംഭവം. മസിൽ സ്റ്റിഫായി നമുക്ക് പെയിൻ കൂടും. പ്ലസ് നമുക്ക് ഏത് നേരവും ക്ഷീണവും തളർച്ചയും മൂഡ് സ്വിങ്സും അതിന്റെ അവസ്ഥാന്തരങ്ങളുമായിട്ടൊക്കെ പോകുന്നൊരു സംഭവമാണ് ഈ ഒരു സാധനം. അപ്പൊ ഇനി എന്റെ കാര്യത്തിലേക്ക് വരാം. എങ്ങനെയാണ് എനിക്കിത് സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. എനിക്ക് പ്രീ ഡിഗ്രി കാലം തൊട്ടേ എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്. അത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അപ്പൊ മൈഗ്രെയിന്റെ പെയിൻ എനിക്ക് പണ്ടോട്ടേ ഉണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിയുന്ന ആ ഒരു ടൈമിലൊക്കെ ഞാൻ ഒരു IT എംപ്ലോയി ആണ്. അപ്പൊ ഞാൻ IT ഫീൽഡിൽ കയറിയ ആദ്യത്തെ 6 മാസം കൊണ്ട് തന്നെ എന്റെ കഴുത്തിന്റെ പണിക്കുറ്റം തീർന്നു കിട്ടും. അപ്പൊ ഞാൻ വിചാരിച്ചു, നമ്മൾ ആ ഇരിക്കുന്ന ഇരിപ്പിന്റെയോ കൈ വെക്കുന്നതിന്റെ മൗസ് അനക്കാൻ കൈ വെക്കുന്നതിന്റെയോ, അല്ലെങ്കിൽ ഞങ്ങൾ അതൊരു സ്റ്റാർട്ടപ്പ് കമ്പനി ആയിരുന്നു. അന്നേരം നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു നമ്മുടെ പോസ്റ്റർ കറക്ഷൻ പാകത്തിനുള്ള മേശയും കസേരയൊന്നും അല്ലായിരുന്നു. മോണിറ്റർ പൊങ്ങിയും നമ്മൾ താന്നോക്കി ഇരുന്നിട്ടുള്ള ഒരു വീട്ടിൽ തുടങ്ങിയിട്ടായിരുന്നു നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ആ ഇരിപ്പ് വശത്തിന്റെ ഒക്കെ ആയിരിക്കും എന്നാ വിചാരിച്ചത്. അത് ഞാൻ വിട്ടു. പിന്നെ ഇടയ്ക്ക് പെയിൻ വരുമ്പോൾ നമ്മൾ തിരുമും. അച്ചാച്ചിയാണ് നമ്മൾ കഴുത്തൊക്കെ തിരുമ്മി തരും, പിടിച്ച് തിരുമ്മി, അല്ലെങ്കിൽ ഡോളോ കഴിക്കും, ഐസ് വയ്ക്കും. ഇതൊക്കെയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് പയ്യെ കൂടാൻ തുടങ്ങി. അന്നേരത്തേക്കും കമ്പനി മാറി, ടെക്നോ പാർക്കിലേക്ക് മാറി. അവിടെ കറക്റ്റ് നല്ല പോസ്റ്ററിലുള്ള സംഭവങ്ങളൊക്കെയാണ്. എന്നിട്ട് എനിക്ക് പെയിൻ മാറുന്നില്ല. ചെറിയ എന്തെങ്കിലും ഒരു ഇരിപ്പ് വ്യത്യാസം, ഇപ്പം നമ്മൾ മീറ്റിങ്ങിനൊക്കെ ഇരിക്കുകയാണ്, മൊത്തത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ ചരിഞ്ഞെങ്ങാനും ഇരുന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പണി പാളും. അപ്പൊ നമ്മൾ എപ്പോഴും നേരെ പോയിരിക്കും. പിന്നെ ഈ കൂടുതലും അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ പോസ്റ്ററിന്റെ വ്യത്യാസമോ അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാവുമോ, സ്ട്രെസ് ഒന്നും അന്നൊരു ഫാക്ടർ ഒന്നും അല്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് സ്പോണ്ടിലോസിസ് ആയിരിക്കും എന്നുള്ള രീതിയിൽ നമ്മളെല്ലാ ഡോക്ടേഴ്സിനെയും പോയി കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 3-4 വർഷം ഞാൻ കാണാത്ത ഡോക്ടേഴ്സ് ഇല്ല. ന്യൂറോളജിസ്റ്റ്, ഓർത്തോ, അങ്ങനെ കുറെ പേരെ കണ്ടു കേട്ടോ. സ്പൈൻ സ്പെഷ്യലിസ്റ്റ്, അങ്ങനെ കേൾക്കാത്ത പേരുകളൊന്നുമില്ല. ഒരുവിധപ്പെട്ട ഇവിടുത്തെ ഹോസ്പിറ്റലുകളിലെല്ലാം ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്. ന്യൂറോളജിസ്റ്റിനെയൊക്കെ ഒത്തിരി ന്യൂറോളജിസ്റ്റിനെ കണ്ടു. MRI എടുത്തു, CT എടുത്തും എല്ലാം എടുക്കും. ഏറ്റവും അവസാനം റിസൾട്ടും ആയിട്ട് ഞങ്ങൾ ഡോക്ടറെ കാണാനായിട്ട് ഞാനും ബിജുവും എല്ലാ ശനി ഞായറും ഞങ്ങളുടെ പരിപാടി ഇതാണ്. അപ്പോൾ ഞങ്ങൾ പോയി ഡോക്ടറിന്റെ ഫ്രണ്ട് ഇരിക്കും. അപ്പോൾ ഡോക്ടർ പറയും, നിങ്ങൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഈ മരുന്ന് കഴിച്ചിട്ട് നിങ്ങൾ അടുത്ത ആഴ്ച വരും. അതോടെ നമ്മൾ ആ മരുന്ന് മേടിച്ചോണ്ട് പോകും. പിന്നെ ആ വഴിക്ക് പോകത്തില്ല. കാരണം ഇവർക്ക് അറിയത്തില്ല എന്താണെന്ന്. ചുമ്മാ ഇട്ട് നമ്മളെ ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കും. ഒത്തിരി നമ്മൾ പൈസ ചെലവാക്കുന്നതല്ലാതെ. പിന്നെ ഈ കണ്ട മരുന്നും കൂടുതലും എനിക്ക് ആന്റി ഡിപ്രസൻസ് തന്നെ ഇവർ തരുന്നത്. അപ്പൊ നമ്മളങ്ങ് തളർന്നു പോകുന്നതല്ലാതെ പ്രത്യേകിച്ച് വേറെ ഗുണമൊന്നും ഉണ്ടാവുന്നില്ല. സോ ഒരു പരിധി വരെയൊക്കെ നമ്മൾ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്ന വഴിക്ക് എനിക്ക് തോന്നുന്നു 2ാമത്തെ പ്രഗ്നൻസി. അപ്പൊ മൂത്തയാളെ എനിക്ക് എടുക്കാനൊന്നും പറ്റത്തില്ല. അതുപോലത്തെ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പല പല യാത്രകൾ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെച്ച ഒരവസ്ഥ ഉണ്ടായിരുന്നു. 2ാമത്തെ പ്രഗ്നൻസി ആ ടൈമിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ പെയിൻ കയറിയിട്ട് എനിക്ക് നിൽക്കാനും ഇരിക്കാനും വയ്യ. അപ്പൊ നമ്മുടെ 5ാം മാസം അങ്ങണ്ടായി. ആ ടൈമിലാണ് അപ്പൊ അന്നേരം ഹസ്ബൻഡിന് ഇതുപോലെ ഈ സ്പോണ്ടിലോസിസിന്റെ ചെറിയ പ്രശ്നമുള്ളതുകൊണ്ടും ഇതുപോലെ ഇങ്ങനെ സ്റ്റിഫ്നെസ് വരുന്നതുകൊണ്ട് പുള്ളി എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ചാണ് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ്, ഡ്രൈ നീഡ്ലിംഗ് ചെയ്യുന്ന ഡോക്ടർ ധാരാരാജ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ട്രിവാൻഡ്രത്തുള്ള ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ പോയി കണ്ടിരുന്നു. അപ്പൊ പുള്ളി എടുത്ത് നമുക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ ചെന്ന് കണ്ടു. പുള്ളി ഇവിടെ എല്ലാം ഞാൻ പറഞ്ഞു ഇവിടേക്ക് ഇങ്ങനെ പെയിൻ എടുക്കുന്നത്. അപ്പൊ എനിക്ക് മൊത്തം വേദനയെന്നെ പറയാൻ അറിയത്തുള്ളൂ. ശരിക്കും എവിടെയാണ് കൃത്യം പെയിൻ എന്ന് പോലും പറയാൻ വയ്യാത്ത രീതിയിൽ എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പൊ പുള്ളിയാണ് പറഞ്ഞത്,
ഇത് ഫൈബ്രോമയാൽജിയാണ്, ഇത് ഒരുവിധപ്പെട്ട എല്ലാവർക്കും വരുന്നതാണ്, അത് അതിന്റെ ട്രീറ്റ്മെന്റ് നമുക്ക് ഡ്രൈ നീഡ്ലിംഗ് വെച്ച് സെറ്റാക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഡ്രൈ നീഡ്ലിംഗിന്റെ അതായത് നീഡിൽ കുത്തിയിറക്കി ആ മസിൽ ലൂസനാക്കി വിടും. അപ്പൊ അത് നല്ല പെയിൻഫുൾ ആണ് കേട്ടോ. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറെ റിലീഫ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ 5-ാം മാസം ആയതുകൊണ്ട് തന്നെ പൊതുവേ നമ്മൾ ഒരു ബെഡിൽ കമന്നാണ് കിടക്കേണ്ടത്. പുള്ളിക്ക് അങ്ങനെ ചെയ്യാൻ നമുക്ക് കമന്ന് കിടക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്നെ ഒരു കസേരയിൽ ഇരുത്തിയിട്ട് ഒരു ബെഡിൽ ഇങ്ങനെ ഇങ്ങനെ കിടക്കുവാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനത്തെ ഇവിടെ ഇത്രയും ഭാഗം ഡ്രൈ നീഡ്ലിംഗ് നീഡിൽ കുത്തി അങ്ങനെയാണ് സെറ്റ് ആയിക്കൊണ്ടിരുന്നത്. അതൊക്കെ ആ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഓക്കെ ആയിരുന്നു, എല്ലാം ഓക്കെ ആയിരുന്നു. പ്രഗ്നൻസി കഴിഞ്ഞ് പിന്നെ ഒരു 6 മാസം കൂടെ, കുഞ്ഞു ജനിച്ചൊരു 6 മാസം കഴിഞ്ഞപ്പോഴും എനിക്ക് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ 6-ാം മാസം ഒക്കെ കഴിഞ്ഞപ്പോൾ ഇവളെയൊക്കെ ഒത്തിരി നേരം എടുക്കാനും ഇവളെ പാല് കൊടുക്കാൻ പോലും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഞാനൊരു തലോണയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് അല്ലെങ്കിൽ കിടന്നിട്ടൊക്കെയാണ് ഞാൻ പാല് കൊടുത്തോണ്ടിരുന്നത്. എനിക്ക് പറ്റുന്നില്ലായിരുന്നു, കൈ പിടിക്കാൻ പറ്റത്തില്ല, ബലക്കുറവാണ്. അപ്പോൾ ഈ 6 മാസം കഴിഞ്ഞപ്പോൾ ഇവളെയൊക്കെ എടുത്തോണ്ട് നടക്കേണ്ട ഒരു സമയമായല്ലോ. അന്നേരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ പിന്നെയും കൂടാൻ തുടങ്ങി. അപ്പൊ ഞാൻ പുള്ളീനെ കാണാൻ പോയി. പുള്ളി അന്നേരം ഇവിടെയും പുള്ളിക്ക് പുറത്തു വങ്ങാണ്ടൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ പുള്ളി ഇത് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് റെസ്റ്റ് എടുക്കണമെന്ന്. ഞാൻ റെസ്റ്റ് എടുത്തില്ല, കാരണം ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് പിള്ളേരെ നോക്കാൻ വേറെ കിടക്കാണ്. ഞാൻ ഒരു പ്രാവശ്യം ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് നേരെ എനിക്ക് സ്ലോട്ട് കിട്ടിയത് ഉച്ചയ്ക്കാൻ കണ്ട. അപ്പൊ ഞാൻ ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് നേരെ ഫുഡും കഴിക്കാതെ നേരെ പോയി മൂത്തയാളെ സ്കൂളിൽ നിന്ന് വിളിക്കാനായിട്ട് ബൈക്കിൽ, ആലോചിച്ചോണം ഇത്രയും കുത്തി റെഡിയാക്കി വെച്ചേക്കുന്നതും കൊണ്ട് ബൈക്കിൽ ഞാൻ കൊച്ചിനെ വിളിച്ച് തിരിച്ചു വന്ന് ഇളയാളെയൊക്കെ നോക്കി വന്നു കഴിഞ്ഞപ്പം വൈകിട്ടായപ്പം ഇത് നീര് വെച്ചു. ശരിക്കും ഇത് കഴിയുമ്പോൾ നമ്മൾ ഐസൊക്കെ വെച്ച് ഐസും ഇതൊക്കെ ചൂടൊക്കെ മാറ്റി വെച്ച് സെറ്റായി അവിടെ എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കണം. നമ്മൾ ഈ തിരുമാൻ പോയിട്ട് റെസ്റ്റ് എടുക്കണം എന്ന് പറയുന്ന പോലെ തന്നെയാണ്. പക്ഷെ അങ്ങനെ ചെയ്തില്ല. എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ടായപ്പോൾ വേദന കൂടി. പിന്നെ അടുത്ത ഒരാഴ്ചത്തേക്ക് ഞാൻ അങ്ങോട്ട് ഛർദിലും തലവേദന കൂടിയിട്ട് ഛർദിലും. അപ്പോഴത്തേക്കും ഡോക്ടറിനെ കാണാൻ പോയപ്പോൾ ഡോക്ടറിന്റെ സെഷൻ കഴിഞ്ഞ് ഡോക്ടർ അടുത്ത് മാലിയിലോ വേറെ എവിടെ കണ്ടു പോയി. അപ്പം വേറെ ഒരു ഹോപ്പും ഇല്ലാണ്ട് ഞങ്ങൾ അവസാനം അനന്തപുരി പോവാണ്. അനന്തപുരിയിൽ ഒരു ഡോക്ടറെ കണ്ടു, ന്യൂറോളജിസ്റ്റ് ഡോക്ടർ അജിത്ത്. പുള്ളീനെ കണ്ടു കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ ഇത് ഫൈബ്രോമയാൽജിയാണ്, നമുക്ക് ഇങ്ങനെ ആന്റി ഡിപ്രസൻസ് തരാം, അല്ല വേറെ രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാനത് ആന്റി ഡിപ്രസൻസ് അന്നേരം കഴിച്ചു തുടങ്ങുന്നത്. അപ്പം ഒരു 7 വർഷം മുന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഡയഗ്നോസ് ചെയ്യുന്നത് ഫൈബ്രോമയാൽജി ആണെന്ന്. എനിക്ക് ഓൾറെഡി 10-15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ 7 വർഷം മുന്നേ മാത്രമാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ വൺസ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇച്ചിരി സമാധാനവും അറിയാൻ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മൾ മരുന്ന് കഴിക്കുന്നു, നമ്മൾ കിറങ്ങിയിരിക്കുന്നു, വേദന അന്ന് എനിക്ക് ജോലിയൊന്നും ഇല്ല, കിറങ്ങിയിരിക്കുന്നു, പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നു, അങ്ങനെ അങ്ങ് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. കുറേ കഴിഞ്ഞ് നമ്മൾ ഇതും വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ഇതിന്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങൾ മനസ്സിലുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ എന്താന്ന് വെച്ചാൽ ഈ ഫൈബ്രോമയാൽജി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയോട് അത് പറയും എവിടെയെങ്കിലും പോയി അടങ്ങി ഒതുങ്ങിയിരിക്കി, അനങ്ങാതിരിക്കി എന്ന് ഫൈബ്രോമയാൽജി പറയും. പക്ഷെ നമ്മുടെ മനസ്സ് പറയുന്നത് എന്താണ്, എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ഇത് ചെയ്യാൻ പറ്റുന്നുമില്ല. ഈ രണ്ടും കൂടെ ഒരു ടഗ് ഓഫ് വാർ ആയതുകൊണ്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി ഡൗൺ ആവും, നമ്മൾ അങ്ങ് ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആവും. അത് തന്നെയാണ് എനിക്ക് സംഭവിച്ചത്. ഈ കൊറോണയൊക്കെ കഴിഞ്ഞ ആ ഒരു സമയത്ത് ഓൾറെഡി വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, അതിന്റെയും എല്ലാത്തിന്റെയും കൂടെ ചേർന്നിട്ട് ഡിപ്രഷനിലേക്ക് പോകാൻ ഉണ്ടായത്. അന്നേരം വീണ്ടും ഞാൻ ഈ ന്യൂറോളജിസ്റ്റിനെ പോയി തന്നെ കണ്ടു, കാരണം എനിക്ക് പെയിനും ഒക്കെ കയറുന്നുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്, ഇതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് തന്നെയാണ്, സാരമില്ല, നമുക്ക് ആന്റി ഡിപ്രസൻസ് തന്നെ തന്നു. അതായത് ആന്റി ഡിപ്രസൻസ് കുറെ നാൾ ഞാൻ കഴിച്ച് നിർത്തിയതാണ്, ഇത് വീണ്ടും തരാൻ തുടങ്ങി. അപ്പം എന്നിട്ട് നമ്മൾ ആകെ ഡൗൺ ആയിരുന്നു. ഇതിനെപ്പറ്റിയൊക്കെ ഒത്തിരി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഡിപ്രഷനിൽ നിന്ന് മാറിയതും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവന്നതും ഒക്കെ. അപ്പൊ അന്നേരം ഈ ഒരു ഡിപ്രഷൻ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ശരിക്കും അറിഞ്ഞുകൊണ്ടല്ല, ഫൈബ്രോമയാൽജിയ കാരണമാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ ഡിപ്രഷനിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തുന്നു. കുറെ കാര്യങ്ങൾ ചെയ്തപ്പോഴത്തേക്കും ഫൈബ്രോമയാൽജിയുടെ പെയിൻ കുറഞ്ഞു വന്നു. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്കെ ഇതാണ് ഇതിന്റെ ഒരു ഇതിനെ മാനേജ് ചെയ്യാനുള്ളൊരു പരിപാടി ഇതാണെന്ന് റിയലൈസ് ചെയ്യുന്നത് ആ ഒരു ടൈമിലാണ്. പിന്നീട് എനിക്ക് തോന്നുന്നു ആ ഒരു കൊറോണ കഴിഞ്ഞ സമയമാണ് 2021 തോന്നുന്നു. അപ്പൊ ആ ഒരു ടൈം തൊട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഫൈബ്രോമയാൽജിയെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഫൈബ്രോമയാൽജിയെ ഞാൻ ഡീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫൈബ്രോമയാൽജി എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു, ഇന്ന് രാവിലെയും ചെറുതായിട്ടൊന്ന് കയറി വന്നു. അപ്പോൾ ഞാൻ എന്റേതായ കുറച്ച് പ്രതിവിധികൾ ചെയ്തൊന്ന് സെറ്റായിട്ടിരിക്കുകയാണ്. എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും ഒന്നാമത്തെ കാര്യം അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അതാണ് എന്നെ വിളിക്കുന്ന പകുതി പേരിൽ ഞാൻ കാണാത്തൊരു കാര്യം. ഈ അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന സാധനം ഇല്ല. ഫൈബ്രോമയാൽജിക്ക് വേറെ എവിടെയോ കണ്ടുപിടിച്ചിട്ടുണ്ട്, ചികിത്സയുണ്ട്, ഞാൻ അവിടെ പോണു എന്ന് പറഞ്ഞാണ് ആൾക്കാർ പരക്കം പായുവാണ്. ഈ പരക്കം പാഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾ ഡൗൺ ആവുന്നതല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. പ്രത്യേകിച്ചും ഫൈബ്രോമയാൽജിക്ക് ഒരു വിധപ്പെട്ട എല്ലാ അസുഖങ്ങളും, ഇപ്പം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കുറേയധികം അസുഖങ്ങളുണ്ടല്ലോ. ക്യാൻസർ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നില്ല, ആദ്യമേ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഓക്കെ ആയിരിക്കാം. അതുപോലെ എല്ല് തേയ്മാനം, കുറേയധികം അസുഖങ്ങളുണ്ടല്ലോ. ഇപ്പം
മൈഗ്രെയിൻ ആണേ പോലും പ്രഷർ ആണേലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് മരുന്ന് കഴിക്കണ്ടേ, മാനേജ് ചെയ്യാനല്ലേ പറ്റത്തുള്ളൂ, അല്ലാതെ കംപ്ലീറ്റ് ക്യൂർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? അക്സെപ്റ്റ് ചെയ്യുക അല്ലേ? പക്ഷെ ഫൈബ്രോമൈൽജിയ ഈ പെയിൻഫുൾ ആയതുകൊണ്ടും ആണ് ഒത്തിരി പേർക്ക് എവിടുന്നെങ്കിലും എന്തെങ്കിലും ഒരു ഇത് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരക്കം പാച്ചിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പെയിൻ കൂട്ടത്തേ ഉള്ളൂ. അത് നല്ലോണം മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. ഞാൻ ഒരു 10-15 വർഷമായി എനിക്ക് ഫൈബ്രോമൈൽജിയ വന്നിട്ട്. അപ്പൊ അതിൽ ആദ്യത്തെ 7 വർഷം എന്ന് പറയുന്നത് ഞാൻ ഈ അലയിലെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു അലയിലില്ല. ഞാൻ മറ്റേ കാട്ടുവൈദ്യം, നാട്ടുവൈദ്യം, ആയുർവേദം, ഹോമിയോ, എങ്ങനെ എവിടെ നമുക്ക് ചികിത്സ കിട്ടുമോ അതിന് വേണ്ടിയിട്ട് പരക്കം പാഞ്ഞ ഒരാളാണ്. അവസാനം ഞാൻ മോഡേൺ മെഡിസിനിൽ വിശ്വസിച്ച് അവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നപ്പോഴാണ് എനിക്ക് സമാധാനം കിട്ടിയത്. മോഡേൺ മെഡിസിനിൽ ക്യൂർ ഇല്ല, ക്യൂർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടല്ല സമാധാനപ്പെട്ടത്. ഞാൻ ഇത് എന്താന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. ഓക്കെ, ഇത് ഇങ്ങനെ ഒരു സംഭവമാണ്, ഇതിന് ചികിത്സ വേണമെങ്കിൽ അത് ആദ്യം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് മനസ്സിലാണ് അല്ലെ. അപ്പൊ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് അറിയാത്തിടത്തോളം അതിനൊരു ക്യൂർ കൊണ്ടുവരാൻ അവർക്ക് പറ്റത്തില്ല അല്ലെ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമുക്ക് തന്നെ നമ്മുടെ ബോഡീനെ മനസ്സിലാവുമല്ലോ, നമുക്ക് എന്ത് സംഭവിക്കുമ്പോഴാണ് നമുക്ക് പെയിൻ വരുന്നത്. മൈഗ്രെയിൻ്റെ കുറേയധികം കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതായത് ഇപ്പൊ ക്യാബേജ് കഴിക്കുകയാണ്, ചോക്ലേറ്റ്സ്, മധുരം, ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അന്ന് വൈകിട്ട് തന്നെ പെയിൻ പയ്യെ കയറുന്നത് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര പയ്യാണ് കയറുന്നത്. അപ്പം ഈ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒഴിവാക്കുക, അതാണ് മെയിൻ ചെയ്യാനുള്ളത്. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ആണ്. എനിക്കിങ്ങനെ ഒരു അസുഖം ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അസുഖം എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു അവസ്ഥയാണ്. അതുകൊണ്ട് നമുക്ക് പെയിൻ ഉണ്ടാവുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അതിനെ വളരെ ലാഘവത്തോടെ എടുക്കാനാണ് ഞാൻ മാക്സിമം ശ്രമിക്കാറ്. കാരണം ഇത് നമ്മുടെ ലൈഫിനെ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സംഭവമൊന്നും അല്ല. നമുക്കിങ്ങനെ വന്നു ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് മനസ്സിലായത് കൂടുതലും ഇച്ചിരി ഇങ്ങനെ കടുംപിടുത്തമുള്ള ആൾക്കാർക്കാണ് ഫൈബ്രോമൈൽജിയ വരുന്നത് എന്നുള്ളതാണ്. അല്ലെ എല്ലാം പക്കായിട്ട് നടത്തണം, കുറച്ച് സ്ട്രെസ് അല്ലെങ്കിൽ പെട്ടെന്ന് ടെൻസ്ഡ് ആവുന്ന, അല്ലെങ്കിൽ കുറച്ചിങ്ങനെ പ്രഷറൈസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ലൈഫിൽ തന്നെ കുറേയധികം ബാക്കിലോട്ട് നോക്കുമ്പോൾ കുറേയധികം സ്ട്രഗിൾസോ അല്ലെങ്കിൽ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത ആൾക്കാർക്കാണ് കൂടുതലും ഞാനിത് കണ്ടേക്കുന്നത്. ഞാൻ സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ഒത്തിരി ആൾക്കാരുമായിട്ട് ഞാൻ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ചിലരൊന്നും നോക്കത്തില്ല, ഫോൺ വിളിച്ച് ഞാൻ ബിസി ആണോ എന്ന് പോലും അവർ അന്വേഷിക്കാറില്ല, അവരവരുടെ വിഷമം അങ്ങ് പറയും. അപ്പൊ ഇപ്പം എനിക്കിതൊരു ഹാബിറ്റാണ്. ചിലപ്പോൾ ഞാൻ സമയം ഉണ്ടെങ്കിൽ ഞാൻ മിക്കവാറും അതിരാവിലേക്ക് ആയിരിക്കും അടുക്കളയിൽ ഹെഡ്ഫോൺ വെച്ച് ഞാൻ കേട്ട് അതിൻ്റെ ഇടയ്ക്ക് പാചകം കഴിഞ്ഞ് വെച്ച് ഞാൻ കേൾക്കും. കാരണം എൻ്റെ ഒക്കെ സമയത്ത് ഇത് കേൾക്കാൻ എനിക്ക് ചുറ്റും ആൾക്കാരുണ്ടായിരുന്നാണ് എനിക്ക് സമാധാനം ഉണ്ടായിരുന്നത്. പക്ഷെ കുറെ പേർക്ക് അവരുടെ ഫാമിലിയിൽ തന്നെ സപ്പോർട്ടില്ല. എല്ലാവരും പറയും മടിയൻ. ആണുങ്ങളും ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച പെണ്ണുങ്ങൾക്കാർക്കാണ് ഏറ്റവും കൂടുതലും പെണ്ണുങ്ങൾക്കാണ് വരുന്നത്, പക്ഷെ ആണുങ്ങൾക്കും ഉണ്ട്. ഇപ്പം കുറെ കഴിയുമ്പോൾ നമുക്ക് എല്ലാവരെയും നമ്മളിത് കേൾക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് ആവുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കാറില്ല. പക്ഷെ ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കുന്നവർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് ഒരു പരിധി വരെ. ചിലർക്ക് ചുമ്മാ സംസാരിച്ചിരിക്കുക എന്ന രീതിയിൽ വരും. അത് നമുക്ക് ഒരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല. എത്രയെന്ന് പറഞ്ഞ് നമുക്ക് അവരെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പറഞ്ഞു കൊടുത്താൽ അത് കേട്ട് ഓക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാർക്ക് ഓക്കെയാണ്. അല്ലാതെ ചുമ്മാ ഇങ്ങനെ പദം പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് ആൾക്കാർ വരാറുണ്ട്. അത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റാറില്ല. അതിനകത്തൊന്ന് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം അക്സെപ്റ്റൻസ്. നമ്മൾ എപ്പോഴും ഞാൻ പറയുന്ന കാര്യം തന്നെയാണ്, അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്, പക്ഷെ ഇത് എന്നെ സ്റ്റോപ്പ് ചെയ്യാനൊന്നും പോകുന്നില്ല. നമ്മൾ നമ്മുടെ വഴിക്ക് പോകും, ഫൈബ്രോമൈൽജിയ അതിന്റെ വഴിക്ക് പോകും. ഇനി ഡിപ്രഷനുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന ഞാൻ ചെയ്ത കുറെ ചേഞ്ചസിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മൾക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് ഈ ഫൈബ്രോമൈൽജിയനെ ഒരുവിധം നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉള്ളൊരു ഫാസ്റ്റ് ലൈഫില്ലേ, അതൊന്ന് സെറ്റാക്കി എടുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് ഉറക്കം. ഇത് ഫൈബ്രോമൈൽജിയ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ഭയങ്കര എനർജറ്റിക് ഒക്കെ ആയിരിക്കും. പക്ഷെ ഒരു 10 മണിയൊക്കെ കഴിയുമ്പോൾ ചൂട് കൂടാൻ തുടങ്ങുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഡൗൺ ആവാൻ തുടങ്ങും, നമ്മൾ വയ്യാണ്ടാവും, നമുക്ക് അവിടെ ഇവിടെ ഇങ്ങനെ വലിഞ്ഞിട്ട് കിടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരിക്കും. നമ്മൾ ചിലപ്പോൾ പകൽ കിടന്നങ്ങ് ഉറങ്ങും. അതുമല്ലേ ഇപ്പൊ രാത്രിയാകുമ്പം നമുക്ക് പകല് ഒക്കെ ആണെങ്കിലും രാത്രിയാകുമ്പോൾ നമുക്ക് കിടക്കാൻ പറ്റത്തില്ല. പെയിൻ കയറിയിട്ട് നമുക്ക് തലവണ കിടക്കുമ്പോൾ തന്നെ തലയുടെ പൊസിഷൻ കറക്റ്റ് ആവാതെ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കമന്നും തലകുത്തിയും ഒക്കെ ഇരുന്നിട്ടാണ്. എൻ്റെ ഒരു പഴയ കാലമാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്. അപ്പോൾ അങ്ങനെ കിടന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. നമ്മൾ ചില സമയത്ത് രാത്രി ഒരു 3 മണിക്കും 2 മണിക്കും ഒക്കെ എണീറ്റ് ബാക്കിയുള്ളവരെയൊക്കെ പ്രാകാറുണ്ട്. കാരണം കണ്ടില്ലേ വെട്ടിയിട്ടാണൊക്കെ കിടക്കുന്നത്, എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ കരയുന്ന ആൾക്കാരുള്ളത് എനിക്കറിയാം. രാത്രി നമുക്ക് ഉറങ്ങാൻ പറ്റാറില്ല, പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ വീണ്ടും നമുക്ക് ക്ഷീണം. അപ്പൊ ഇത് ഇങ്ങനെ ഒരു സൈക്കിളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പൊ കുറച്ച് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് രാത്രിയിലത്തെ ഉറക്കം കറക്റ്റ് ആക്കുക എന്നുള്ളത്. ഇപ്പൊ എനിക്ക് പറ്റാറില്ല, ഞാനൊരു 11 മണിക്കൊക്കെ ഇപ്പൊ കിടക്കുന്നത്. ബട്ട് ഒരു 10:30 മിനിമം കിടന്ന് തുടങ്ങുക. അത് പയ്യെ ആദ്യമൊക്കെ ഞാൻ എന്റെ സ്ലീപ്പ് കറക്റ്റ് ആക്കിയ ഒരു സമയം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10:30 കൃത്യം വന്ന് കിടക്കും, ഉറക്കം വരത്തില്ല. നമ്മൾ ഒരു 3-4
എന്താണ് ദിവസം കഴിയുമ്പോഴാണ് അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴെങ്കിലും ഉറക്കം വരാൻ തുടങ്ങുന്നത്. പയ്യെ അതങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പം നല്ല വ്യത്യാസം വരും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, നമ്മൾ വൈകിട്ടത്തെ ഫുഡ് കുറച്ച് നേരത്തെ കഴിക്കുക എന്നുള്ളതാണ്. ഒരു 6 മണി 7 മണി അല്ലെങ്കിൽ ഒരു 8 മണി. നമ്മൾ 10 മണിക്കാണ് കിടക്കുന്നതെങ്കിൽ ഒരു 3 മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ 2 മണിക്കൂർ മുമ്പെങ്കിലും ഫുഡ് കഴിക്കാം. ഈ ഫുഡ് കഴിച്ചിട്ട് ഉടനെ കിടന്നിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ നമുക്ക് ബോഡി നീര് വെച്ചേക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. ഇതെന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനത് സംസാരിച്ചിട്ടുള്ള മിക്കവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അവർക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു ഫീലിംഗ് ആയിരിക്കാം. ഞാൻ എന്റെ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇതിനകത്ത് സയന്റിഫിക് ആയിട്ടുള്ള യാതൊരു സംഭവങ്ങളും ഞാൻ പറയുന്നില്ല. ഇത് എനിക്ക് വർക്കായ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു എന്നുള്ളതേ ഉള്ളൂ. അതൊന്ന്. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ട്രിഗർ ചെയ്യുന്ന കുറെ ഭക്ഷണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് നമ്മൾ ശ്രദ്ധിക്കുക. ഓരോരുത്തർക്ക് ഓരോന്നാണ് ട്രിഗർ ചെയ്യുന്നത്. എനിക്ക് ഈ ചോക്ലേറ്റ്സും മധുരവും ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര കൊതിയുമാണ്. കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ വയ്യാണ്ടാവുകയും ചെയ്യും. അപ്പൊ അത് ട്രിഗർ ചെയ്യുന്ന സംഭവങ്ങൾ. അതുപോലെ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ഷോൾഡറൊക്കെ നല്ല പെയിനാണ്. അപ്പൊ പൊസിഷൻ മാറി നിൽക്കുക, റെസ്റ്റ് എടുക്കുക, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാതിരിക്കുക. ഇപ്പൊ ഒത്തിരി രാത്രി ഇരുന്ന് സിനിമ കാണുന്ന പരിപാടി, ഇതൊക്കെ എനിക്കുള്ളതാണ്. പക്ഷെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് നമുക്ക് സമാധാനമായിട്ട് എണീക്കാൻ പറ്റും കേട്ടോ. ഒത്തിരി ഉറക്കം നഷ്ടപ്പെടുത്താതിരിക്കുക, നല്ലോണം വെള്ളം കുടിക്കുക, പിന്നെ ഒത്തിരി സ്ട്രെസ്ഫുൾ ആവുന്ന സിറ്റുവേഷൻസിലേക്ക് പോവാതിരിക്കുക. പിള്ളേരുമായിട്ട് ഷൗട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പാർട്ട്ണറുമായിട്ട് ഷൗട്ട് ചെയ്യുന്നത്, ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. അതിനൊക്കെ മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പെട്ടെന്നുള്ള ഒരു റെസ്പോണ്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ, ദേഷ്യത്തോടെ വരുന്നത്, അതൊക്കെ ഒന്ന് ഇതാക്കുക. പിന്നെ ഫുഡ് കറക്റ്റ് എമൗണ്ടിൽ മാത്രം ഫുഡ് കഴിക്കുക, വാരി വലിച്ച് കഴിക്കുന്ന ഒരു പരിപാടി നിർത്തുക. പിന്നെ ഏറ്റവും അത്യാവശ്യം, സ്ലീപ്പ് കഴിഞ്ഞാൽ ഫുഡിനെക്കാട്ടിലും അത്യാവശ്യം വേണ്ട ഒരു സംഭവമാണ് ബോഡി മൂവ്മെന്റും സ്ട്രെച്ചിങ്ങും. ഇതെനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ആ ഒരു ടൈം തൊട്ട് ഇപ്പൊ എനിക്ക് ചെറുതായിട്ട് പെയിൻ തുടങ്ങുന്നുണ്ട്. അപ്പൊ എനിക്കിപ്പോ എവിടെയെങ്കിലും ഇരിക്കുമ്പോഴോ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴോ നമുക്ക് ചെറിയ പെയിൻ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഞാൻ പയ്യെ കൈ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് സ്ട്രെച്ച് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നല്ല വേദനയുണ്ട്. അപ്പം സ്ട്രെച്ച് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് വ്യത്യാസം വരും. കാരണം ഇതിന്റെ കോസ് എന്താണ്? മസിൽ സ്റ്റിഫ് ആവുന്ന അല്ലേ? ആ മസിൽ സ്റ്റിഫ് ആവുന്നത് നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അത് ആ ഒരു ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ അത് പയ്യെ മാറിക്കോളും. പിന്നെ അന്ന് നമുക്ക് പെയിൻ വരില്ല. പക്ഷെ നമ്മളിങ്ങനെ ഒത്തിരി ഷൗട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് പെയിൻ അങ്ങ് വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അന്നേരം ഞാൻ സാധാരണ ചെയ്യുന്ന എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത്, മിക്കവാറും ഹസ്ബൻഡിന്റെ അടുത്തായിരിക്കും വഴക്കിടുന്നത്. എന്നിട്ട് പുള്ളിയുടെ തന്നെ പോയിട്ട് പറയും, എനിക്ക് വയ്യാണ്ടായി, തിരുമ്മി തരുമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഇവിടുന്ന് ഇങ്ങനെ തിരുമ്മി മസാജ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ചില സമയത്ത് നല്ലോണം ഷാർപ്പായിട്ട് പിടിച്ചിരിക്കും, അത് പുള്ളി ഇങ്ങനെ കൈമിന്റെ മുട്ട് വെച്ചിട്ട് തിരുമ്മി തരും. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പെട്ടെന്ന് നമ്മൾ റേസ് ആവുകയാണ്. അപ്പൊ നമ്മൾ തന്നെ അവെയർ ആയിരിക്കുക, ഒന്ന് കാം ഡൗൺ ചെയ്യാനായിട്ട്. എന്നിട്ട് പിന്നെ ചെയ്യാൻ പറ്റുന്നത് ആ പെയിൻ വരുമല്ലോ, അല്ലെങ്കിൽ ആ സ്റ്റിഫ്നെസ് വരുമല്ലോ, അത് അപ്പൊ തന്നെ ഒന്ന് റിലാക്സ് ചെയ്ത് വിടുക. ഇല്ല, നമ്മൾ അതും വെച്ചിട്ട് പോയിട്ട് കിടക്കാനോ എല്ലാം പോയി കഴിഞ്ഞാൽ കിടന്നെണീക്കുമ്പം നമ്മൾ ഈ സ്റ്റിഫ്നെസ് കൂടിയിട്ട് പെയിൻ കൂടും. അതിനേക്കാളും നമുക്ക് ഇനി ചെറുതായിട്ട് പെയിൻ വരുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് സ്ട്രെച്ചിങ്, പിന്നെ ഇതുപോലത്തെ തിരുമലോ എന്തെങ്കിലും ചെയ്യാം. പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷെ റെഗുലർലി ചെയ്യേണ്ട നിങ്ങളുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ സ്ട്രെച്ചിങ്ങിന്റെ വീഡിയോ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഫുൾ ബോഡി സ്ട്രെച്ചിങ് നെറ്റിൽ തന്നെ സെർച്ച് ചെയ്യുക, യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. അത് കഴുത്ത്, ഷോൾഡർ, നമുക്ക് ഈ പെയിൻ വരുന്ന എല്ലാ ഭാഗങ്ങളും ഫുൾ ബോഡി ചെയ്താൽ അത്രയും നല്ലത്. കാലിലും നമുക്ക് വേദന വരും. അതുമൊക്കെ നമുക്ക് ഫുൾ സ്ട്രെച്ചിങ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ, അതായത് രാവിലെ എണീറ്റ് സ്ട്രെച്ചിങ് ചെയ്യുക, പറ്റുമെങ്കിൽ ഉച്ചയ്ക്ക്, വൈകിട്ട് ഒക്കെ ഒരു 3 നേരമൊക്കെ സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റത്തെ കാര്യമുള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പെട്ടെന്ന് മസിൽ സ്റ്റിഫ് ആവുന്നൊരു അവസ്ഥ പയ്യെ കുറഞ്ഞു വരും. അതിന്റെ കൂടെ തന്നെ നമുക്ക് ചെറിയ തോതിൽ ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും എയറോബിക് എക്സസൈസ്, അല്ലാതെ നമ്മൾ ജിമ്മിൽ പോകാനൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ അങ്ങനെ ജിമ്മിലൊന്നും പോയിട്ടില്ല. ഞാൻ സാധാരണ നടത്തമാണ് കൂടുതലുണ്ടായിരുന്നത്. നടക്കാൻ ഇപ്പോൾ പട്ടിശല്യം കാരണം നടത്തം നിർത്തിയിട്ട്, ഇടയ്ക്ക് സൈക്ലിംഗ് ഉണ്ടായിരുന്നു, ഇതൊക്കെ പട്ടിശല്യം കാരണം നിർത്തി. പിന്നെ ഈ മഴ അതൊന്നും പറ്റാത്തതുകൊണ്ട് നമ്മളിപ്പോൾ പയ്യെ സുംബ ആണ് ചെയ്യുന്നത്. സുംബ ഡാൻസ് ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ. അതിൽ ഏത് ചാനലാണെന്ന് ചോദിക്കുന്നവരുണ്ട്. ഡാൻസ് വിത്ത് ദീപ്തിയാണ് ഞാൻ കൂടുതലും നോക്കുന്നത്. അതിലെ ബിഗിനേഴ്സ് സുംബ വർക്കൗട്ട്സ് ഉണ്ട്. ചുമ്മാ കിടന്ന് ഡാൻസ് ചെയ്യാം. അപ്പം വെച്ചാൽ ബോഡി റിലാക്സ്ഡ് ആവും. പിന്നെ ചെയ്യാനുള്ളത് നമ്മുടെ എല്ലാം നമ്മൾ സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ ജോയിന്റ്സും സ്ട്രെച്ച് ചെയ്യുക. മസിൽ സ്റ്റിഫ്നെസ് ഒരു പരിധി വരെ അത് കുറയ്ക്കും. അത് റെഗുലർ ആയിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ നടക്കാനൊക്കെ പോയി തുടങ്ങി സ്ട്രെച്ചിങ്ങും ചെയ്യുന്നുണ്ടെന്ന് വെച്ചോ, എങ്കിൽ നിങ്ങൾക്ക് ഒരു 1.5 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. പെയിൻ വരും. ഇപ്പൊ നടക്കാൻ പോയി കഴിഞ്ഞാൽ നല്ലോണം പെയിൻ ആണ്, ഡോളോ കഴിച്ച് കിടന്ന് ഉറങ്ങുക, അത്രേ പറയാനുള്ളൂ. പക്ഷെ നിങ്ങൾ അതൊരു
1.5 മാസം ഇത് കണ്ടിന്യൂസ് പോവുകയാണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും കേട്ടോ. ഭയങ്കര വ്യത്യാസമാണ് വരുന്നത്. ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ അതങ്ങ് ചെയ്ത് കുറെ നാൾക്ക് ശേഷം പിന്നെ നമുക്ക് ഇടയ്ക്കൊന്ന് നിർത്തിയിട്ട് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്താലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഒറ്റ കേസ് കൊണ്ടാണ്. സ്ട്രെച്ചിങ്ങും ബോഡി മൂവ്മെന്റും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും എൻ്റെ കേസിൽ പറയാൻ പറ്റില്ല, പെട്ടെന്നാണ് ഒരു പെയിൻ വരുന്നത്. അത് വന്നു കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒന്നും എഫക്റ്റ് ആവില്ല. അപ്പോൾ അതായത് പെയിൻ അറ്റ് ദ പീക്ക് നമുക്ക് ഒന്നും ചെയ്താൽ ശരിയാവത്തില്ല, സ്ട്രെച്ചിങ് ചെയ്താൽ ശരിയാവത്തില്ല. കാരണം ഈ ഒരു ഭാഗത്തുനിന്ന് ഒരു നാര് കണക്ട് ചെയ്തതാ ഇവിടെ കണക്ട് ചെയ്തേക്കുന്ന കണക്കാണ് അന്നേരം വരുന്നത്. അതായത് നമ്മൾ മുടി കെട്ടിച്ച് ഇതിന്റെ ഇടയ്ക്കുന്ന ഒരു മുടി വലിഞ്ഞാൽ എങ്ങനെ ഫീൽ ചെയ്യും, അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഈ ഒരു ബാക്കിന്ന് ഈ ഒരു കണ്ണിലേക്ക്. ഈ കണ്ണിന് എനിക്ക് കാഴ്ച കുറവാണ്, മൂടലാണ്. അപ്പൊ ഇങ്ങനെ ഒരു പുള്ള് ചെയ്യുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് എനിക്ക് വരുന്ന പെയിൻ. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ പിന്നെ കൈ പൊക്കാൻ പറ്റില്ല, നമുക്ക് ഇവിടോട്ട് വേദന വരും, ഈ ഭാഗമെല്ലാം വേദന വരും. ഇങ്ങനെയാണ് എൻ്റെ ഒരു അവസ്ഥ വരുന്നത്. അതപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റാറില്ല. അന്നേരം എനിക്ക് ഇവിടെ പേഴ്സണൽ ഡോക്ടറുണ്ട്, ബിജു തന്നെയാണ് എൻ്റെ പേഴ്സണൽ ഡോക്ടർ. പുള്ളി വന്ന് കൈമുട്ട് വെച്ച് അത് തിരുമുമ്പോ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ പറയാം, ഇത് ബാക്ക് സൈഡിലെ കാര്യം പറയാം. തിരുമുമ്പോ ഈ ഞരമ്പ് ഇങ്ങനെ സ്റ്റിഫായിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് പുള്ളിക്ക് ഇങ്ങനെ തൊട്ട് നോക്കാൻ പറയാം. നമുക്കും അറിയാൻ പറ്റും, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അവിടെ മാത്രം പിടിച്ചിരിക്കുന്നതായിട്ട് തോന്നും. അപ്പൊ പുള്ളിയുടെ ഇത് വെച്ചിട്ട് ഇങ്ങനെ തിരുമുമ്പോ ടിക് 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 എന്ന് സൗണ്ട് എടുക്കും. നമ്മളിപ്പോ ഇവിടെ തിരുമുമ്പം ഇങ്ങനെ ഞരമ്പ് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നൊരു ഇതില്ലേ, അതുപോലെ ആ മുതുകത്ത്, ആ ഷോൾഡറിന്റെ ഭാഗത്ത് ഇവിടൊക്കെ ആയിട്ട് വരും കേട്ടോ. എവിടാണ് ഇത് പിടിച്ചേക്കുന്നതെന്ന് മനസ്സിലാവും. ആ പിടിച്ചേക്കുന്ന ഒന്ന് തിരുമി റിലാക്സ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവിടോട്ടുള്ള പെയിൻ എല്ലാം അങ്ങോട്ട് മാറും. ആ തിരുമി എടുത്ത നീര് കാണും. ആ നീര് ഒരാഴ്ച വരെയൊക്കെ നിൽക്കും. അപ്പൊ ഈ നീര് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, തിരുമി നീര് വന്നു എന്ന് വെച്ച് കഴിഞ്ഞോ, എനിക്ക് വന്നു കഴിഞ്ഞ് പിറ്റേന്ന് ഞാൻ പോയിട്ട് ആ നീരും വെച്ചോണ്ട് ഞാൻ പോയി പാത്രം കഴുകലോ കുനിഞ്ഞുള്ള ജോലിയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ നീര് പിന്നെയും നീര് വെക്കും, എന്നിട്ട് പിന്നെ വേദനയാവും. സോ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യം, പിന്നെ പെയിൻ വന്നു കഴിഞ്ഞാൽ ബിജു തിരുമ്മി തരും. പിന്നെ ഒരു ഡോളോയും കഴിച്ച് കിടക്കും, ഐസ് വെക്കും. പിന്നെ പിറ്റേന്നൊക്കെ ഞാൻ കുറച്ച് ലോ ആയിരിക്കും, ജോലികളെല്ലാം കുറച്ചൊന്ന് കുറയ്ക്കും, ചിലപ്പോൾ ഫുഡ് പുറത്തൊന്ന് മേടിക്കും. അങ്ങനെ ഒരു 2-3 ദിവസം സെറ്റായി കഴിയുമ്പോൾ 3-ാമത്തെ ദിവസം തൊട്ട് ബാക്ക് ടു നോർമൽ ആവും. ഇത് ഞാൻ പറഞ്ഞത് എക്സസൈസും സ്ട്രെച്ചിങ്ങും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും എല്ലാം നോക്കിയിട്ടും ചില സമയത്ത് വന്നു കഴിഞ്ഞാൽ പോകത്തില്ല. അപ്പോൾ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ഇതാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും കാണിച്ചിട്ടില്ല. അപ്പൊ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് പിള്ളേരുടെ സ്കൂൾ ഉറക്കമാണല്ലോ. അപ്പൊ നമ്മൾ സ്കൂളിന്റെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോയ വഴിക്ക് നല്ല മഴയായിരുന്നു. കുടയും പിടിച്ച് ബാഗും പിടിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ ഡൗൺ ആയി. അപ്പൊ അന്നേരത്തെ ഒരു തിരുമൽ പ്രാക്ടീസ് ഞാൻ അപ്പൊ തന്നെ അന്നേനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പൊ ഇങ്ങനെ തിരുമുന്നത് നല്ലൊരു പ്രാക്ടീസ് ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു, ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്കിതുപോലെ വേദന വരുമ്പം ബിജു എനിക്ക് ഇങ്ങനെയാണ് ചെയ്തു തരുന്നത്. അപ്പൊ ഈ ഒരു രണ്ടാമത്തെ കുഞ്ഞായതിനു ശേഷം, അതായത് ഒരു 8-9 വർഷമായിട്ട് ചെയ്യുന്നൊരു പ്രാക്ടീസ് ഇതാണ്. അതായത് എപ്പോഴും ഒന്നെങ്കിൽ ഞാൻ ഇരിക്കുകയാണ് ചെയ്യുന്നത്, ഇരുന്നാൽ കറക്റ്റായിട്ട് എവിടെയാണ് ഇത് പിടിച്ചേക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ കമന്ന് കടന്നു കഴിഞ്ഞ് അത് കൈ ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് മുന്നോട്ട് വെച്ച് കഴിയുമ്പം പുള്ളി ഇങ്ങനെ പയ്യെ കൈ കൊണ്ട് വിരലുകൊണ്ട് തന്നെ നോക്കുമ്പം പുള്ളി ഇങ്ങനെ പിടിക്കുമ്പോ, അതായത് നമ്മൾ തന്നെ പിടിക്കുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏരിയയിൽ എത്തുമ്പോൾ നമ്മളത് ഇച്ചിരി ആ നോഡ് ഒന്ന് ഇറുക്കി പിടിക്കുവാണെങ്കിൽ നമ്മുടെ പെയിൻ ഒന്ന് കുറയുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പം ആ ഭാഗത്താണ് ശരിക്കും മസിൽ പിടിച്ചേക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പൊ അങ്ങനെ തന്നെ പുള്ളി നോക്കും. അന്നേരം ഇങ്ങനെ കൈ കൊണ്ടുവരുമ്പോ തന്നെ ഞാൻ പറയും, അവിടെ അല്ല, അതിന്റെ അപ്പുറത്താണ്, അതിന്റെ ഇപ്പുറത്താണ്, ഇങ്ങനെ പറഞ്ഞ് ആ ഭാഗമെല്ലാം നമ്മൾ തിരുമ്മി അവിടെ റിലാക്സ് ചെയ്ത് വിടുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇത് മുതുകത്താണെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്യാം. ഇത് ശരിക്കും ചില സമയത്ത് എനിക്ക് ഈ ചെവിയുടെ സൈഡിൽ കൂടെ കഴുത്തിന്റെ ഭാഗത്ത് കയറി വരും. അപ്പൊ അവിടെ നമുക്ക് ഈ കൈമുട്ട് വെച്ച് ഇങ്ങനെ തിരുമാൻ പറ്റത്തില്ല. അത് നമ്മൾ വിരൽ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അത് ഒത്തിരി ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പെയിനാണ്. പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഞാൻ താഴെ ഇരുന്നേച്ച് എൻ്റെ കഴുത്ത് ഇങ്ങനെ പൊക്കും. അതായത് കഴുത്തും ഷോൾഡറും കൂടി ഇങ്ങനെ ചുരുങ്ങിയിരിക്കുന്ന പോലത്തെ അതായത് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന പോലെ തോന്നുമ്പോൾ ഈ കഴുത്ത് താടിയിൽ പിടിച്ചിട്ട് മുകളിലോട്ട് പൊക്കാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ ഈ കാണിക്കുന്ന പോലെ കൈ പിടിച്ചിട്ട്
കഴുത്ത് അങ്ങോട്ടും കൈ ഇങ്ങോട്ടും ആയിട്ട് ഇങ്ങനെ. കാരണം ഇത് കൈയുടെ ആ ഷോൾഡർ ബ്ലേഡിന്റെ ആ ഭാഗത്തൊക്കെ നമുക്ക് ഭയങ്കര സ്റ്റിഫായിട്ടിരിക്കും, ഭയങ്കര പെയിൻ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ടൊക്കെയാണ് ഒരുവിധം റെഡി ആവുന്നത്. അപ്പൊ നമുക്കൊരു 5 മിനിറ്റ് ഇങ്ങനെ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ ഡോളോ കഴിച്ച് കിടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചില സമയത്ത് തിരുമ്മി കഴിയുമ്പോൾ ഞാൻ എണീറ്റ് എൻ്റെ നോർമൽ പണികളിലേക്കൊക്കെ പോകും കേട്ടോ. എങ്കിൽ പോലും റെസ്റ്റ് എടുക്കുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആണ്. പക്ഷെ ഈ വേദന ഇരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബിജുവിനെ വിളിച്ച് തിരുമിക്കുകയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. അത് ചെറിയൊരു പെയിൻ തുടങ്ങുമ്പോഴേ ചെയ്താൽ അത്രയും നല്ലത്. പക്ഷെ ചെറിയ പെയിൻ ആയിരിക്കുമ്പം പുള്ളി ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ പുള്ളി പറയും ഒന്നും തോന്നുന്നില്ല, അല്ലെങ്കിൽ എവിടെയും സ്റ്റിഫായിട്ട് ഇരിപ്പില്ല എന്ന് പുള്ളി പറയും. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ആവാൻ വേണ്ടി ചില സമയത്ത് നോക്കിയിരിക്കും. എങ്കിൽ പോലും ഒരു രക്ഷയില്ലെങ്കിൽ ഇതാണ് ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ ഈ കാണുന്ന ഏരിയകളിലാണ് എനിക്ക് മസിൽ പിടിക്കുന്നതെങ്കിലും വേദന എനിക്ക് വരുന്നത് തലയിലും കഴുത്തിന്റെ പുറകുവശത്തോട്ടൊക്കെയാണ് വേദന വരുന്നത്. വേദന നമുക്ക് ഈ തിരുമുന്നിടത്തല്ല നമുക്ക് വേദന വരുന്നത്. വേദന വരുന്ന എപ്പോഴും മേളിലോട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു നാര് വലിയുന്ന പോലത്തെ അത് ഇവിടെ പിടിച്ചേക്കുന്നതുകൊണ്ടാണ് എനിക്ക് മേളിലോട്ടും കണ്ണിലോട്ടും ചിലപ്പോൾ കയ്യിലോട്ടും ഒക്കെ വേദന വരുന്നത്. ഈ ഒരു പോയിന്റിൽ പിടിച്ചേക്കുന്നതുകൊണ്ടാണ്. അപ്പൊ സ്ഥിരം എൻ്റെ ഒരു പോയിന്റ് ഇതാണ്. അപ്പൊ പിന്നെ നമ്മൾ ഈ നിൽക്കുന്ന പോസ്ചർ, നമുക്ക് ഒരു സൈഡ് വേദന വരുമ്പോൾ ആ വേദന വെച്ചോണ്ടിരിക്കുകയാണ്, നമുക്ക് അടുത്ത സൈഡിലോട്ടും വേദന വരും. അതെന്താന്ന് വെച്ചാൽ നമ്മൾ അതനുസരിച്ച് നമ്മുടെ ബോഡി പോസ്ചർ മാറ്റുന്നതാണ് കേട്ടോ. അപ്പൊ അതും കൂടെ ഈ ഒരു അവസരത്തിൽ പറയാമെന്ന് കരുതി. അപ്പോൾ എൻ്റെ ഒരു പ്രാക്ടീസ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് മെഡിസിൻസിലേക്ക് പോവാം. എന്ത് മെഡിസിനാണ് ഞാൻ കഴിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നമ്മളിത് ഡോക്ടർ അജിത് അനന്തപുരി ഹോസ്പിറ്റലിൽ ഡോക്ടർ അജിത്തിനെയാണ് കണ്ടത്. പുള്ളി എനിക്ക് ആന്റി ഡിപ്രസൻസ് ആണ് തന്നത്. ഏത് മരുന്നാണെന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ അത് കുറച്ച് നാളെ കഴിച്ചുള്ളൂ, ഒരു 6 മാസം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബാക്ക് ടു നമ്മുടെ കാര്യങ്ങളിലേക്ക് പോയി. പിന്നെ ആ ഒരു കൊറോണ ബേസ് ചെയ്ത് ആ ടൈമിൽ നമുക്ക് ഫൈബ്രോമയാൽജി ഒക്കെ അറിയപ്പോൾ അന്നേരം കുറച്ച് നാൾ മരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് ഡിപ്രഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 8 മാസത്തോളം മരുന്ന് കഴിച്ചു. പിന്നെ ഞാൻ തന്നെ നിർത്തുവാണ് ചെയ്തത്. ശരിക്കും അങ്ങനെ നിർത്താൻ പാടില്ല, ഡോക്ടറെ പോയി കണ്ടിട്ട് തന്നെ നിർത്തണം. കാരണം അങ്ങനെ നിർത്തിയപ്പോൾ എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഒത്തിരി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇനിയും പറയുന്നില്ല. പിന്നെ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് എന്നാ വെച്ചാൽ, ഇപ്പൊ പറഞ്ഞല്ലോ പുള്ളിയാണ് തിരുമുന്നത്. പുള്ളി തിരുമ്മി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒന്നെങ്കിൽ പാരസെറ്റമോൾ ഗുളിയാണ് കഴിക്കുന്നത്. അത് ഞാൻ എപ്പോഴും കഴിക്കാറില്ല. മാക്സിമം വേദന വരുമ്പോൾ ഗുളിക കഴിക്കാതിരിക്കാനാണ് ഞാൻ നോക്കുന്നത്. ഈ തിരുമ്മി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി ആശ്വാസമാവും. പിന്നെ ആ തിരുമലിന്റെ ഒക്കെ വേദന മാറാൻ വേണ്ടി മാത്രം നമ്മൾ ഡോളോ 650 കഴിക്കും. അതേ ഉള്ളൂ, അല്ലാതെ വേറെ ഇതൊന്നുമില്ല. പിന്നെ പനി, ജലദോഷം, ചുമ ഇതുപോലത്തെ എന്ത് വന്നു കഴിഞ്ഞാലും അപ്പൊ തന്നെ ഞാൻ പോയി ഡോക്ടറെ കാണും. എന്റെ ആ അവസ്ഥ കാണുമ്പോൾ തന്നെ ഡോക്ടർ ഒരു പാരസെറ്റമോൾ ഇഞ്ചക്ഷൻ തരും. നമ്മൾ നോർമലാവും, തിരിച്ചു വരും. ഇല്ല ഞാൻ പനി വെച്ചോണ്ടിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തെ പനി നമുക്ക് 2 ആഴ്ചത്തേക്കുള്ള പെയിൻ വരും. കാരണം ആ പനി വരുമ്പോൾ ഉള്ള പെയിൻ പോലും നമുക്ക് താങ്ങാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. സോ അപ്പൊ തന്നെ ഡോക്ടറെ പോയി കാണുന്നു, ഒരു പാരസെറ്റമോൾ ഇഞ്ചക്ഷൻ എടുക്കുന്നു. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ പോകുന്ന ഡോക്ടർ എനിക്ക് പാരസെറ്റമോൾ ഇഞ്ചക്ഷൻ തരുന്നു. എല്ലാവരും തരണമെന്നില്ല. ഞാൻ പറയും എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ പുള്ളി ചെയ്യുന്നതാണ്. ചില സമയത്ത് നമ്മൾ ഡ്രിപ്പ് ഇട്ട് കിടപ്പാവും. ആ അവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ മെഡിസിൻസ് പറഞ്ഞാൽ ഡോളോ 650 ഇത് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. അതും ഒരു ദിവസത്തിൽ ഒരു 2 or 3 മാക്സിമം കഴിക്കുന്നത്. അവർ പറയുമല്ലോ 6 മണിക്കൂർ ഇടവിട്ട് നമുക്ക് കഴിക്കാൻ പാടുള്ളൂ, നോട്ട് മോർ ദാൻ ഇത്ര എന്നൊക്കെ പറഞ്ഞ് ഇതുണ്ട്. അത് നിങ്ങൾക്ക് അറിയാലോ. ഇതേ കഴിക്കുന്നുള്ളൂ, അല്ലാതെ ആന്റി ഡിപ്രസൻസ് ഇപ്പൊ ഞാൻ എടുക്കാറില്ല. കാരണം അത് നമുക്ക് പെയിൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ മാനേജ്മെന്റ് ഒക്കെ എനിക്കിപ്പോൾ അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രശ്നമില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഈ പെയിൻ ആദ്യം മനസ്സിലാവത്തില്ല. നമ്മൾ മൊത്തത്തിൽ പെയിൻ ആയിരിക്കും, തല തൊട്ട് കാല് വരെ നമുക്കൊരു പെയിൻ ആണ് അനുഭവിക്കുന്നത്. എവിടെയാണ് പെയിൻ എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ സാധാരണ കിടക്കുക ചെയ്യുന്നത്, റെസ്റ്റ് എടുക്കും. റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രയും ഭാഗത്തൊക്കെ ഉള്ള പെയിൻ ഇവിടെങ്ങാണ്ടുള്ള ഒരു ചെറിയ പോയിന്റിൽ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാവും. അപ്പൊ ആ പോയിന്റ് മനസ്സിലായി കഴിയുമ്പോൾ ഞാൻ പുള്ളിനെ വിളിക്കും, പുള്ളി തിരുമ്മി തരും, സെറ്റ് ആവും. അല്ലെങ്കിൽ പണിയാണ്. അപ്പൊ ഇപ്പൊ എന്താ വെച്ചാൽ പുള്ളി ഇവിടെ ഇല്ലെങ്കിൽ എനിക്ക് അറ്റാക്ക് വരും. എന്ന് വെച്ചാൽ ഒരാഴ്ച പുള്ളി പുറത്തായിരുന്നു, ഒരാഴ്ച ഇവിടെ ഇല്ലായിരുന്നു, സ്ഥലത്തില്ലായിരുന്നു. കറക്റ്റ് പുള്ളി പോയ ആ സമയത്ത് തന്നെ എനിക്ക് നല്ല പെയിൻ വന്നു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. മൂത്തയാള് മാത്രമേ ഉള്ളൂ, 10 പഠിക്കുന്നവള്. അവൾക്ക് ഇത് എവിടെ തിരുമണമെന്ന് അറിയത്തില്ല. അവള് കംപ്ലീറ്റ് ഇട്ട് തിരുമി മൊത്തത്തിൽ നീര് വെച്ചു. എന്നിട്ടും കറക്റ്റ് പോയിന്റ് മനസ്സിലായില്ല. പിന്നെ ഐസൊക്കെ വെക്കുന്നു, മറ്റേ മിൽമയുടെ പാക്കറ്റൊക്കെ വെച്ചിട്ട് കിടന്നുറങ്ങുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പോയിന്റ്. പിന്നെ ഞങ്ങൾ വീഡിയോ കോൾ വിളിച്ച് പുള്ളിനെ വിളിച്ച് ടെക്നിക്സ് എങ്ങനെയാന്ന് അന്ന ചോദിച്ചു മനസ്സിലാക്കി. അവസാനം അവളുടെ ഇടപാട് തീർന്നത് വേണം. കാരണം ഇത് തിരുമണമെങ്കിലും നമുക്ക് അത്യാവശ്യം ആരോഗ്യം വേണം. അപ്പോൾ അത് ഒരു വിധത്തിൽ അന്ന എനിക്ക് തിരുമി സെറ്റാക്കി തന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ബിജു ഇപ്പൊ എവിടെയെങ്കിലും ടൂർ പോവാണ്, വേറെ എവിടെയെങ്കിലും പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനാണ്. അയ്യോ എനിക്ക് വേദന വല്ലതും വന്നാ എന്ത് ചെയ്യും? കാരണം ഞാൻ വളരെ കംപ്ലീറ്റ്ലി നോർമലായിട്ട് നിൽക്കുകയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്, രാവിലെ എണീറ്റ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കിടപ്പാവും കേട്ടോ. ഞാൻ ഇങ്ങനെ തന്നെ നിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ സ്റ്റിഫ് ആവാൻ തുടങ്ങും. അപ്പൊ ഞാൻ
പോയിട്ട് വെറുതെ ഒന്ന് മസാജ് ചെയ്യിപ്പിച്ച് വിടും. അല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് സ്റ്റിഫ്നെസ് കൂടിയിട്ട് നമുക്ക് എവിടെയെങ്കിലും കയറിയിട്ട് സ്റ്റിഫായിട്ട് അങ്ങ് ഇരിക്കും. ഭയങ്കര അത് റിലാക്സ് ചെയ്യുന്നിടം വരെ നമുക്ക് പെയിൻ ഇങ്ങനെ റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ റേഡിയേഷനൊക്കെ ഇങ്ങോട്ട് വരെ പെയിൻ വരും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് നമ്മളിത് മാനേജ് ചെയ്യാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സംസാരിച്ചിട്ടുള്ള കുറെ ആൾക്കാരിൽ ഇത് നന്നായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അത്യാവശ്യം എന്നെ പോലെ പിടിച്ചു വയ്ക്കുന്ന ആൾക്കാരുണ്ട്. കുറേ അധികം ആൾക്കാർക്ക് പറ്റാറില്ല കേട്ടോ. അവരുടെ കരച്ചിലും അവരുടെ ആ ഒരു ഹോപ്പ്ലെസ്നെസ്സും ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മളാലേക്കും എനിക്ക് ശരിക്കും ഫൈബ്രോമയാൽജിയ ഉണ്ടോ എന്ന് ഞാൻ വിചാരിക്കും. കാരണം നമ്മളത് വലിയ കുഴപ്പമില്ലാതെ ഡീൽ ചെയ്യുന്നു. ചിലർക്ക് അത് സഹിക്കാൻ പോലും പറ്റുന്നില്ല. അതിന്റെ കൂട്ടത്തില് ഇവരുടെ ഫാമിലി സപ്പോർട്ടും ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ എന്റെയൊക്കെ കേസിൽ ഞാൻ ഇത്രയധികം പറഞ്ഞിട്ടും എനിക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ആലോചിക്കും, ഞാൻ വല്ലാതെ കളഞ്ഞിട്ട് പോയാനേ. പക്ഷെ അങ്ങനല്ല. എൻ്റെ പേരൻസ് ആവട്ടെ, എൻ്റെ ഇൻലോസ് ആവട്ടെ, ഈവൻ ബിജു, പിള്ളേര്, എല്ലാവരും നമുക്ക് എത്രയൊക്കെ നമ്മൾ ഈ ഫൈബ്രോമയാൽജിയ കയറുമ്പോൾ നമുക്ക് ഷൗട്ട് ചെയ്യലും ദേഷ്യം വരലും ഒക്കെ ഒരു ഭയങ്കര ഒരു വൃത്തികെട്ട സ്വഭാവമാണ് കേട്ടോ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ഇത്രയൊക്കെ കേട്ടിട്ടും ഇവര്, അല്ലെങ്കിൽ ഈ പെയിൻ, ഞാനാണെങ്കിൽ നല്ലോണം വഴക്കുണ്ടാക്കിയിട്ട് ഓടിപ്പോയിട്ട് എനിക്ക് വേദന എടുക്കുന്നു, തിരുമ്മി തരൂ എന്ന് പറയുന്ന ടൈപ്പാ. അപ്പം അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ആയതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ജീവനോടെ നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഒരു സമയത്തൊക്കെ നമുക്ക് തീർന്നാ മതി എന്നുള്ളൊരു അവസ്ഥയിൽ വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം ഈ ഫാമിലി സപ്പോർട്ട് ഇല്ലാത്ത ആൾക്കാരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവർ അതും കൂടെ ആയിട്ടങ്ങ് കംപ്ലീറ്റ്ലി ഡൗൺ ആവും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഈ മടി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരിൽ ശരിക്കും മടി തന്നെയാണോ എന്ന് നമ്മളൊന്ന് അന്വേഷിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സംസാരിച്ചിട്ടുള്ള കുറച്ചധികം ആൾക്കാർ, ഇത് ഡീൽ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെന്തുകൊണ്ട് ഡീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു മൈൻഡ് സെറ്റ് ആണ്. അത് എനിക്ക് മനസ്സിലായത്, ഇതൊന്നും നമ്മളെ ഒന്നും ചെയ്യത്തില്ല, അല്ലെങ്കിൽ ദിസ് കാൺ സ്റ്റോപ്പ് അസ് എന്നൊരു ആറ്റിറ്റ്യൂഡുള്ള, എന്നൊരു മൈൻഡ് സെറ്റ് ഉള്ള, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്ത് വന്നു കഴിഞ്ഞാലും ഇതിനപ്പുറം നമ്മൾ നോക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ എനിക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്, അതിന് ഈ വേദന ഒരു തടസ്സമാവത്തില്ല, വേദന വരുമ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കും, അത് കഴിയുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകും എന്നൊരു ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരാണ് കൂടുതലും ഇത് സർവൈവ് ചെയ്ത്, അല്ലെങ്കിൽ ഇതുമായിട്ട് പോരാടി ഒരു നോർമൽ ലൈഫിലേക്ക് തന്നെ തിരിച്ചു വരുന്നത്. അല്ലാത്തവർ ഭയങ്കര പെയിനിലാണ് പോകുന്നത്. ഇപ്പൊ തന്നെ എനിക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ തന്നെ കുറെ അധികം ആൾക്കാർ വളരെ പോസിറ്റീവായിട്ട് പറയുമ്പോൾ, കുറെ അധികം ആൾക്കാർ അവരവരുടെ പ്രശ്നങ്ങളിലേക്ക് മാത്രമാണ് നോക്കുന്നത്. അല്ലെങ്കിൽ ഇതിന്ന് പുറത്ത് കടന്ന് ചിന്തിക്കാനോ, അല്ലെങ്കിൽ ഇതും വെച്ച് നമുക്ക് മുന്നോട്ട്, അങ്ങനെ ഒരു അവരുടെ മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ അവരുടെ ഒരു വാക്കുകളിൽ തന്നെ ആ ഒരു നിരാശയോ ഒരു ഹോപ്പ്ലെസ്നെസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് ഒരിക്കലും പറഞ്ഞ് ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഞാൻ സാധാരണ ഇങ്ങനെയുള്ളവരെ നമ്മൾ കൂടുതൽ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ആ ഒരു പറയുന്ന പദം പറച്ചിലിന് ഒപ്പം നിൽക്കാറില്ല. കാരണം ഞാനും അതേ സ്റ്റേജിലുള്ള ഒരാളാണ്. ഇയാളെ സഹായിക്കാൻ പോയി നെഗറ്റീവ് ആവും തോറും, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കേൾക്കും തോറും നമ്മളും ഹോപ്പ്ലെസ്നെസ്സിലേക്ക് കടന്നു പോകും. അപ്പൊ നമ്മളും ഡൗൺ ആവും. അതുകൊണ്ട് നമുക്കറിയാമെങ്കിൽ പോലും നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യാറ്. അങ്ങനെ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലേക്ക് പോവാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കാറ്. അല്ലെങ്കിൽ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ, ഇതൊരു നോർമൽ ഒരു തലവേദന, ഒരു മൈഗ്രെയിൻ പോലൊരു സംഭവമാണ്, നമുക്ക് ഇതും വെച്ച് മുന്നോട്ട് പോകാൻ പറ്റും എന്നൊരു ഇതിലാണ് ഞാൻ ജീവിക്കുന്നത്. ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ കൂടുതലും ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, പരിചയക്കാരില്ലേ, ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത് പോസിബിൾ ആണ്. മൈൻഡ് സെറ്റ് അതിനകത്തൊരു വലിയ ഘടകമാണ്. പിന്നെ കൺക്ലൂഡ് ചെയ്യാൻ നേരത്ത് പറയേണ്ട ഒരു കാര്യം, ഈ ഫൈബ്രോമയാൽജിയ എന്ന് പറയുന്നത് ഒത്തിരി ആൾക്കാർക്കുണ്ട്. ഇത് നിങ്ങൾക്ക് മാത്രം വന്നേക്കുന്ന ഒരു സംഭവമല്ല. പിന്നെ ഇതിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തന്നെയാണ്. ഒന്നാമത്തെ കാര്യം ആക്സെപ്റ്റൻസ്. രണ്ടാമത്തത്, ഇതുമായിട്ട് നിങ്ങൾ സഫർ ചെയ്തിരിക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിന് നമുക്ക് ഡീൽ ചെയ്യാൻ ഒത്തിരി വഴികളുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡോക്ടേഴ്സും പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ആ ഡോക്ടേഴ്സ് ചെയ്തേക്കുന്ന അവയർനെസ് വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മതി. ഇവർ പെയിൻ മാനേജ്മെന്റ് മാത്രമാണ് നിലവിൽ മോഡേൺ മെഡിസിനിൽ പറയുന്നത്. ആയുർവേദം, ഹോമിയോപ്പതി ഇതിലൊന്നും പോയി തലവെക്കരുത് എന്ന് ഞാൻ പറയും. പിന്നെ അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം. ആയുർവേദം മേ ബി തിരുമലൊക്കെ പിന്നെയും ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ ഹോമിയോപ്പതി ഒന്നും എനിക്ക് വലിയ പ്രതീക്ഷയുള്ള കാര്യങ്ങളല്ല. പിന്നെ അല്ലാതുള്ള ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് ഇതെല്ലാം ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ പോകുന്തോറും എന്താണെന്നറിയോ, ഒരു പ്രതീക്ഷയിലാണ്. അത് നമുക്ക് ഇപ്പൊ ക്യൂർ ആവും. കുറെ നാൾ കഴിയുമ്പം അവർ തന്നെ അങ്ങോട്ട് കൈ ഒഴിയുമ്പോൾ നമ്മുടെ ഒരു അവസ്ഥയുണ്ടല്ലോ. ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇങ്ങനെ സോറിയാസിസ് പോലെ എൻ്റെ കൈ ഫുള്ള് ചൊറിഞ്ഞ് പൊട്ടി കറുത്ത് എപ്പോഴും ബ്ലഡ് ഇങ്ങനെ വരുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ഒരു 6 വർഷം. 6 വർഷം ഞാൻ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇവിടുത്തെ ഒരു ഫേമസ് സ്കിൻ ഡോക്ടറിനെ പോയി കാണുമായിരുന്നു. അപ്പൊ പുള്ളിനെ കാണുന്നത് രാവിലെ പോയി ടോക്കൺ എടുത്ത് ഉച്ചയ്ക്ക് പോയിരുന്ന് പിന്നെയും എത്രയോ മണിക്കൂർ കഴിഞ്ഞിട്ടേ പുള്ളിനെ കാണാൻ പറ്റുള്ളൂ. പുള്ളിനെ കാണുന്നു, ഹെവി ഡോസ് മരുന്ന് കഴിക്കുന്നു, എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ അസുഖങ്ങൾ വരുന്നു. കുറേ നാൾ കഴിഞ്ഞിട്ട് ഇത് ചികിത്സിക്കുന്ന അല്ലാതെ നമ്മളൊരു
ഒരു എന്താ നമ്മൾ ആലോചിക്കും, നമ്മളൊക്കെ എന്തിന് ജനിച്ചു എന്ന് ആലോചിക്കുന്ന രീതിയിൽ ഹോപ്പ്ലെസ് ആയി പോയ ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ. അപ്പം ഏറ്റവും അവസാനം പുള്ളി പറയുവാണ്, ആദ്യം പറഞ്ഞു സോറിയാസിസ് എന്ന് പറഞ്ഞു, പിന്നെ വേറെ എന്താണെന്ന് പറഞ്ഞു, പിന്നെ ഏറ്റവും അവസാനം പുള്ളി പറയാം എനിക്കറിയത്തില്ല കേട്ടോ എന്താണെന്ന്, എന്തോ അലർജിയാണ്. 6 വർഷം ചികിത്സിച്ചതിന് ശേഷമാണ് പുള്ളി എൻ്റെ അടുത്ത് പറയുന്നത് എന്തോ, അത് പുള്ളി തന്നെ എൻ്റെ ഒരു അവസ്ഥ കണ്ട് പുള്ളി തന്നെ വെച്ചൊഴിഞ്ഞാന്ന് തോന്നുന്നു, എന്തോ അലർജി ആണ്, അതെന്താന്ന് കണ്ടുപിടിക്കുക കേട്ടോ എന്ന് പറഞ്ഞ് എന്നെ വിട്ടു. അപ്പൊ വിട്ടു കഴിഞ്ഞ് ആ ഒരു സിറ്റുവേഷൻ നമുക്കറിയാം. ഇതുപോലെ നമ്മൾ ഈ പലരിടത്ത് പോകുമ്പോൾ ഉള്ളൊരവസ്ഥ, ഫൈബ്രോമയാൽജിയുടെ കേസിലും ഇതുപോലെ പോയി തെണ്ടിയിട്ടുള്ള ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ തെണ്ടൽ ഒഴിവാക്കുക. നിങ്ങൾ പ്രോപ്പർ ആയിട്ടൊരു ന്യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ റുമറ്റോളജിസ്റ്റ്, അതും എല്ലാവർക്കും ഇപ്പൊ അറിയണമെന്നില്ല, ഇത് ഡോക്ടേഴ്സിനിടയിൽ തന്നെ അറിഞ്ഞറിഞ്ഞ് വരുന്നതേ ഉള്ളൂ. എന്റെ സമയത്ത് തൊട്ട് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇത് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പറയും. ഇപ്പോഴും ഞാൻ ഈ അടുത്തുള്ള ഫിസിഷ്യന്റെ അടുത്തൊക്കെ പോയി ഫൈബ്രോമയാൽജി എന്ന് പറയുമ്പോൾ പുള്ളി ഇങ്ങനെ അതായത് അവർ കേട്ടിട്ടില്ല, അവരങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും ഡോക്ടേഴ്സിലുണ്ട്. അപ്പൊ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ അടുത്ത് പോവാം, അവർ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാനേജ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു മരുന്ന് തരും. അത് മിക്കവാറും ആന്റി ഡിപ്രസൻസ് തന്നെയായിരിക്കും. അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ കഴിക്കുക. ഈ ആന്റി ഡിപ്രസൻസ് കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെയിൻ ഒന്ന് കുറയും. ആ പെയിൻ കുറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ചെയ്യാൻ പറ്റുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവരാം. ഞാൻ അങ്ങനെ ചെയ്തത്, ആന്റി ഡിപ്രസൻസ് കഴിച്ചുകൊണ്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവന്നു, പയ്യെ ആന്റി ഡിപ്രസൻസ് നിർത്തി, പിന്നെ ആ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസുമായിട്ട് മുന്നോട്ട് പോയി. അതാണ് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ്. അതാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ പോയി നമ്മളിങ്ങനെ ഹോപ്പ്ലെസ് ആയിട്ട് നമ്മൾക്ക് തന്നെ ഒരു വേർത്ത് ഇല്ലാത്തൊരവസ്ഥയിലോട്ട് പോയി നമ്മൾ അങ്ങ് സങ്കടപ്പെടുവല്ല വേണ്ടത്, ഡീൽ ചെയ്യാം. അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ എന്താണ്, എങ്ങനെയാണ് ഞാൻ എന്താണ് ചെയ്തിരുന്നത്, ഇപ്പൊ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ചോദിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ മിസ്സായിട്ടുണ്ടാവും. അപ്പൊ ഇത് ഹെൽപ്ഫുൾ ആയി അല്ലെ ഹെൽപ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇത്ര തറപ്പിച്ച് പറയുന്നത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഇതേ അനുഭവം ആയിരിക്കത്തില്ല വേറുള്ളവരുടേത്. ലൈഫ് സ്റ്റൈല് പിന്നെ അവരുടെ സപ്പോർട്ട് സിസ്റ്റം വലിയൊരു ഫാക്ടറാണ്. അവർ മനസ്സിലാക്കാത്തൊരവസ്ഥയുണ്ടല്ലോ, മടിച്ചിയാണ് അല്ലെ മടിയനാണ് എന്ന് പറഞ്ഞ് മാറ്റുന്ന, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു ഡേ ടു ഡേ ലിവിങ്ങിനുള്ള ഒരു ജോലിക്ക് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ ചിലർ ജോലി ഉപേക്ഷിച്ച് വീട്ടിലിരിക്കുന്നവരുണ്ട് ഈ പെയിൻ സഹിക്കാൻ വയ്യാത്തതുകൊണ്ട്. ഞാൻ ഒരിക്കലും പറയത്തില്ല, നമ്മളൊരു ജോലിക്കൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഇതങ്ങ് മാറും, നമ്മുടെ ഫോക്കസ് മാറും, നമ്മൾ അതിലേക്ക് അങ്ങ് പോകും, പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നെ ഈ കടുംപിടുത്തം കുറച്ച് ഒഴിവാക്കിയാൽ ബെറ്റർ ആയിരിക്കും എന്ന് ഞാൻ എപ്പോഴും എന്നെപ്പറ്റി വിചാരിക്കാറുണ്ട്. പക്ഷെ അത് മേ ബി ഇൻ നേച്ചറാണ്. എനിക്കൊരു പട്ടാള ചിട്ടയാണ് കുറെ കാര്യങ്ങളിൽ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടം വരെ എത്തിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു ബ്ലെസ്സിങ്ങും ആണ്, അതേസമയം തന്നെ നമുക്കൊരു പണിയുമാണത്. അപ്പൊ അത്രേ ഉള്ളൂ. ഇനിയും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി ഞാൻ പോയി ഒന്ന് മസാജ് ചെയ്യട്ടെ, ചെറുതായിട്ട് സ്റ്റിഫ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ നമുക്ക് കാണാം.